ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 23. കാർ ഒതുക്കി വേഗം തന്നെ അവൻ ഇറങ്ങി കടലിനടുത്തേക്ക് ഓടി. എന്തിനാണ് ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്നും സങ്കടപ്പെടുവാൻ മാത്രമാണോ എൻ്റെ വിധി? നഷ്ടങ്ങൾ മാത്രമാണോ നീ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? ആദ്യം എനിക്ക് ജന്മം തന്നവർ, പിന്നെ എൻ്റെ പ്രണയം, പിന്നെ ഗീതു. പക്ഷേ അവളെ മരണത്തെക്കാൾ ഇപ്പോൾ തന്നെ വേദനിപ്പിക്കുന്നത് സ്വന്തം കൂടപ്പിറപ്പാണ് എന്ന് പോലും ആലോചിക്കാതെ തന്നെ ചതിക്കാൻ അവൾക്കെങ്ങനെ സാധിച്ചു എന്നാണ് ടീന പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രണയം വ്യാസാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ഗീതു ചതിച്ചതാണ്. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ വ്യാസ് പ്രണയിച്ചിരുന്നത് അവന് കത്തുകൾ എഴുതിയിരുന്ന എന്നെ ആയിരുന്നോ എന്നറിയണം. പക്ഷേ ഓർമ്മകൾ നഷ്ടപ്പെട്ട വ്യാസിനോട് എങ്ങനെ ഇതൊക്കെ ചോദിക്കും? ഒരു തവണയെങ്കിലും അവൾ പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് വ്യാസിനെ ഇഷ്ടമാണെന്ന്. എങ്കിൽ സന്തോഷത്തോടെ താൻ ഒഴിഞ്ഞു മാറുമായിരുന്നു. വ്യാസ് അവൻ എങ്ങനെ ഇത് സഹിക്കും? താൻ പ്രാണനായി കണ്ടിരുന്നവൾ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞാൽ തകർന്നു പോകും അവൻ. ഒന്നിന് മാത്രമേ ഈശ്വരനോട് നന്ദിയുള്ളൂ. അവനൊന്നും ഓർമ്മയില്ലാത്ത നന്നായി. ഗീതുവിനെ അവൻ മറന്നത് നന്നായി. ഇല്ലെങ്കിൽ തകർന്നു പോയേൻ അവൻ. എന്തൊക്കെ ചെയ്താലും എൻ്റെ കൂടപ്പിറപ്പാണ്. അവളെ ആരും വെറുക്കുന്നത് തനിക്ക് സഹിക്കാനാവില്ല. ഓരോന്ന് ചിന്തിച്ച് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുമ്പോഴും അവളുടെ മനസ്സ് നീറിക്കൊണ്ടിരുന്നു. നെഞ്ചിൽ ഭാരം കൂടുന്നത് സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ ആ കടൽ തീരത്തിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. കാർ നിർത്തി ഓടി വന്ന വ്യാസ് കാണുന്നത് നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൗരിയെയാണ്. താൻ കാരണമുണ്ടായ തെറ്റിദ്ധാരണയായിരിക്കും അവളെ സങ്കടത്തിന് കാരണം എന്ന തോന്നൽ അവനിൽ കുറ്റബോധമുണ്ടാക്കി. അവളെ കണ്ണുനീർ തന്നെ പൊള്ളിക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു. ഗൗരിക്കരികിൽ ചെന്നിരുന്ന് അവളെ ആർദ്രമായി അവൻ വിളിച്ചു, ഗൗരി. അവന്റെ ശബ്ദം കേട്ടതും തന്റെ ചുട്ടുപൊള്ളുന്ന ഹൃദയത്തിലേക്ക് ഒരു പേമാരി പെയ്ത പോലെ അവൾക്ക് തോന്നി. കണ്ണുകൾ തുറന്നു നോക്കിയതും തനിക്കരികിൽ നിറ കണ്ണുകളോടെ ഇരിക്കുന്ന വ്യാസിനെ കണ്ടതും എല്ലാം മറന്ന് അവൾ അവനെ ഇറുക്കി പുണർന്നു. ഒരിക്കലും തന്റേതല്ല എന്ന് കരുതിയിരുന്ന തന്റെ പ്രണയം അവനും പ്രണയിച്ചത് തന്നെ മാത്രം ആയിരുന്നു എന്നുള്ള അറിവ്. ഒരു നിമിഷം എല്ലാം മറന്ന് അവൾ അവന്റെ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി. തന്റെ പരിഭവങ്ങളും സങ്കടങ്ങളും എല്ലാം അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് അവൾ ഇറക്കി വെച്ചു. ഗൗരിയുടെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയ വ്യാസ് അവളുടെ സങ്കടത്തിന്റെയും എന്നാൽ തന്നെ പുണർന്നു നിൽക്കുന്നതിന്റെയും അർത്ഥമറിയാതെ പകച്ചു നിന്നു. എന്നാൽ അവളുടെ സാമീപ്യം അവനെ വല്ലാതെ സന്തോഷവാനാക്കി. അവൻ തിരിച്ച് അവളെയും പുണർന്നു. തന്റെ നെഞ്ചിൽ തലചാരി നിൽക്കുന്നവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. തന്റെ കണ്ണുകൾ അടച്ച് അവൾ അവന്റെ പ്രണയം സ്വീകരിച്ചു. പെട്ടെന്നാണ് വർഷയുടെ മുഖം ഗൗരിക്ക് ഓർമ്മ വന്നത്. കുറച്ചു മുന്നേ അവൾ കണ്ട കാഴ്ച ഓർമ്മ വന്നതും അവളുടെ നെഞ്ചി പിടഞ്ഞു. അടുത്ത നിമിഷം അവൾ അവനെ തള്ളിമാറ്റി. അവളുടെ പ്രവൃത്തിയിൽ വ്യാസ് പകച്ചു. ഇത്രയും നേരമുണ്ടായിരുന്ന സങ്കടം മാറി അവിടെ വേറെ എന്തോ ഭാവം. ഗൗരി ആലോചിക്കുകയായിരുന്നു, മറ്റൊരു പെൺകുട്ടിക്ക് പ്രതീക്ഷ നൽകി വ്യാസുമൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ടു നടക്കുന്ന കുട്ടിയൊരിക്കലും തനിക്ക് ചതിക്കാൻ സാധിക്കില്ല. പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന അനുഭവിച്ച തനിക്ക് ആ ദുഃഖം മറ്റൊരാൾക്ക് നൽകുവാൻ സാധിക്കില്ല. തന്റെ ഇതുവരെയുള്ള അവഗണന വ്യാസിന്റെ മനസ്സ് മാറ്റിക്കാണും. അതുകൊണ്ടാവും വ്യാസ് വർഷയെ മനസ്സാലെ സ്വീകരിച്ചത്. ഗൗരി കണ്ണ് ഇറുക്കിയടച്ച് സ്വയം നിയന്ത്രിച്ചു. ഗൗരി, നീ എന്തിനാ കരയണേ? പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അവിടെ നീ കണ്ടത് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ എല്ലാം പറയാം. ഗൗരിക്ക് അടുത്തേക്ക് വ്യാസ് നടന്നതും അവൾ പുറകോട്ട് നീങ്ങി കൈ ഉയർത്തി അവനെ തടഞ്ഞു. വരരുത് വ്യാസ്, എന്റെ അടുത്തേക്ക് നീ വരരുത്. എന്നെ തൊടരുത്. നിനക്കതിനുള്ള അവകാശമില്ല. വർഷ, അവൾക്ക് മാത്രമാണ് നീ സ്വന്തം. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ഇടറിയ ശബ്ദവും അവനിൽ സങ്കടമുണ്ടാക്കി. അവളെ കൈക്ക് പിടിച്ച് ശക്തിയായി വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ഗൗരി കുതറി മാറുവാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ശക്തിക്ക് മുന്നിൽ തോറ്റുപോയി. എന്നെ വിട്, വിടാനാ പറഞ്ഞത്.
എന്റെ ദേഹത്ത് തൊടാനുള്ള ഒരവകാശവും നിനക്കില്ല വ്യാസ്. ദേഷ്യത്തോടെ തന്നെ ഗൗരി പറഞ്ഞു. പ്ലീസ് ഒന്ന് കേൾക്കടി, എനിക്ക് പറയാനുള്ളത്. ഞാൻ നിന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ ഗൗരി. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്റെ ജീവിതത്തിൽ നീയല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമുണ്ടാവില്ല. എന്നെ ഒന്ന് മനസ്സിലാക്കടി. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്നെ മറന്ന് ഞാൻ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോകുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അവന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രണയം ആത്മാർത്ഥമായിരുന്നു എന്ന് അറിയാമെങ്കിലും ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരിന്റെ ശാപം കൂടി ഏറ്റുവാങ്ങുവാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സ് പറയുമ്പോഴും തന്റെ കണ്ണിനു നേരെ കണ്ട കാഴ്ച, കുറച്ചു ദിവസങ്ങളിൽ കണ്ടുവരുന്ന അവർ തമ്മിലുള്ള പരസ്പര അടുപ്പം, അതൊന്നും അഭിനയമല്ല എന്ന് അവളുടെ ബുദ്ധി ഉപദേശിച്ചു. തന്നെ പിടിച്ചിരിക്കുന്ന കൈ കുടഞ്ഞെറിഞ്ഞ് അവൾ അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. എങ്ങനെ തോന്നിയടാ നിനക്ക് ഇങ്ങനെ പറയാൻ? വർഷ, അവളെപ്പറ്റി ചിന്തിച്ചോ നീ? കല്യാണം കഴിക്കാമെന്ന് വാക്കു കൊടുത്തതല്ലേ നീ അവൾക്ക്? ഞാൻ കണ്ടതാണ് നേരത്തെ നിന്നെയും അവളെയും ഒരുമിച്ച്. നീ അവളെ അത് മാത്രമല്ല, നീ എന്റെ മുഖത്ത് നോക്കി പലവട്ടം പറഞ്ഞിട്ടില്ലേ വർഷയാണ് ഇനി കണ്ണന്റെ അമ്മ എന്ന്? ആരെങ്കിലും തമാശയ്ക്ക് പറയുന്ന കാര്യമാണോ അത്? എന്നിട്ട് നിനക്ക് എന്നോടാണ് പ്രണയമെന്നോ? നീ ഇത്രയ്ക്ക് തരം താഴ്ന്ന് ചിന്തിക്കുവാനാണോ നിന്നെപ്പോലെ ഒരുവനെയാണ് പ്രേമിച്ചത് എന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് പറഞ്ഞു തീരുന്നതിന് മുന്നേ അടികൊണ്ട് ഗൗരി നിലത്തേക്ക് വീണിരുന്നു. മുഖം ഉയർത്തി നോക്കിയതും തന്റെ മുന്നിൽ നിൽക്കുന്ന വ്യാസിന്റെ മുഖം കണ്ടതും വല്ലാത്തൊരു ഭയം അവളിലുണ്ടായി. ദേഷ്യത്താൽ വലിയ മുറുകി നിൽക്കുന്ന മുഖം കണ്ടു നിൽക്കാൻ കഴിയാതെ അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി. എന്നാൽ അവൻ അതേ ദേഷ്യത്തോടെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താടി മോളെ നീ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? ഒരേ സമയം ഒരുപാട് പെണ്ണുങ്ങളെ പ്രണയം അഭിനയിച്ച് എന്റെ കഴപ്പ് തീർക്കാൻ കൊണ്ടു നടക്കുന്നവനാണെന്നോ? എപ്പോഴെങ്കിലും നിന്നോട് ഞാൻ മര്യാദ വിട്ട് പെരുമാറിയിട്ടുണ്ടോടി? നിന്നോട് എന്റെ മനസ്സ് തുറന്നു കാണിച്ചവനല്ലടി ഞാൻ. അതിൽ ഒരു തരിമ്പ് പോലും ആത്മാർത്ഥത നിനക്ക് തോന്നിയിട്ടില്ല എന്നെനിക്ക് ഇപ്പം മനസ്സിലായി. വാടിവിടെ. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൻ അവളെ വലിച്ച് വണ്ടിയിൽ കയറ്റി ദേഷ്യത്തോടെ ഓടിച്ചുപോയി. പോകുന്ന വഴി അവന്റെ ദേഷ്യം മുഴുവൻ അവൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടിക്കാണിച്ചു. അറിയാം വ്യാസ്, നിനക്ക് ഞാൻ ആരാണെന്ന്. പക്ഷേ വയ്യ. എന്തിന്റെ പേരിലാണെങ്കിലും വർഷയ്ക്ക് നീ മോഹം കൊടുത്തു. ഇനി അവളെ സങ്കടപ്പെടുത്താൻ പാടില്ല. അതിന് നീ എന്നെ വെറുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ വിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണടാ അത്രയും മോശമായി ഞാൻ സംസാരിച്ചത്. വിശ്വാസമാണടാ എനിക്ക് എന്നേക്കാൾ ഉപരി നിന്നെ. പക്ഷേ എന്റെ പ്രണയം ഞാൻ സമ്മതിച്ചു തരുവാൻ വേണ്ടി ആണെങ്കിലും നീ അവൾക്ക് മോഹം കൊടുത്തില്ലേ? എന്തിനായിരുന്നു വ്യാസത്? നിശബ്ദമായി അവൾ കരഞ്ഞു. അവൾ കണ്ണുകൾ അടച്ച് സീറ്റിൽ ചാരിക്കിടന്നു. ഫ്ളാറ്റിലെത്തിയതും അവൻ അവളെ പുറത്തിറക്കി ഫ്ളാറ്റിലേക്ക് നടന്നു. വാതിൽ തുറന്ന വർഷ മുന്നിൽ നിൽക്കുന്നവരുടെ കോലം കണ്ടു ഞെട്ടി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും പാറിപ്പറന്ന മുടിയും കരഞ്ഞ് നീര് വെച്ച മുഖവുമായി നിൽക്കുന്ന ഗൗരിയും എല്ലാം ചുട്ടു ചാമ്പലാക്കാനുള്ള കോപത്തോടെ നിൽക്കുന്ന വ്യാസും. എന്താടാ എന്താ ഉണ്ടായേ ഗൗരി? പകച്ചുകൊണ്ട് വർഷ ചോദിച്ചതും വ്യാസ് ഗൗരിയെ അവൾ അടുത്തേക്ക് നീക്കി നിർത്തി. വർഷയുടെ ശബ്ദം കേട്ട് മനു അടക്കം എല്ലാവരും പുറത്തേക്ക് വന്നു. അപ്പുറത്തു നിന്ന് ലച്ചുവും എത്തി. അയ്യോ പാറു, എന്താ പറ്റിയ നിനക്ക്? ലച്ചു പരിഭ്രാന്തിയോടെ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയതും വ്യാസ് കൈ ഉയർത്തി അവളെ തടഞ്ഞു. ഞാൻ പറയുന്നത് വരെ ആരും ഇവളുടെ അടുത്തേക്ക് വന്നു പോകരുത്. വ്യാസ് പറഞ്ഞതും അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് എല്ലാവരും കാര്യമറിയാതെ പകച്ചു നിന്നു. വർഷേ, എന്റെ മുറിയിൽ നിന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഞാനാണോ? ചോദ്യം കേട്ട് വർഷം ഒന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. അല്ല. അത് കേട്ടതും ഗൗരി ഞെട്ടി വർഷയെ നോക്കി. പിന്നെ ആരായിരുന്നു അവിടെ? മനു ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. വിവാഹം ഉറപ്പിച്ചതാണ്.
ഗൗരിയെ നോക്കിയാണ് വർഷ അത് പറഞ്ഞത്. വർഷയുടെ വാക്കുകൾ ഒരേ സമയം ഗൗരി സന്തോഷവും സങ്കടവും ഉണ്ടാക്കി. വ്യാസിന് മറ്റൊരു അവകാശമില്ല എന്നത് അവളിൽ സന്തോഷവും, എന്നാൽ തന്നിൽ നിന്നും അകറ്റുവാൻ വേണ്ടി വ്യാസിനോട് താൻ പറഞ്ഞ തരം താന്ന വാക്കുകൾ ഓർക്കെ അവൾക്ക് വല്ലാത്ത സങ്കടവും വന്നു. എന്താടാ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കണേ? കാര്യം മനസ്സിലാവാതെ വേദ് അവനടുത്ത് വന്നു നിന്ന് ചോദിച്ചു. അതിന് മറുപടി പറയാതെ വ്യാസ് ഗൗരിക്ക് അടുത്തേക്ക് ചെന്നു. അതേടി, ഇവളോട് ഞാൻ അടുത്തിടപഴകിയിട്ടുണ്ട്. അത് എനിക്ക് അവളോട് പ്രണയമായതുകൊണ്ടല്ല, മറിച്ച് നീയായി പൂട്ടിവെച്ച പ്രണയം നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് നിന്നോടുള്ള പ്രണയം അറിഞ്ഞു തന്നെയാണ് വർഷ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇവളോട് അടുത്തു പെരുമാറിയതിന്റെ ഉദ്ദേശം ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാം. സംശയമുണ്ടെങ്കിൽ നിനക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു ഗൗരി. നീ എന്നെ കെട്ടിപ്പിടിച്ചു നിന്നപ്പോൾ ഒരു നിമിഷം ഞാൻ സന്തോഷിച്ചു. എന്റെ പ്രണയം തിരിച്ചറിഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചു. എന്നാൽ നീ എന്നെ തെറ്റിദ്ധരിച്ചാലും എനിക്ക് സങ്കടമുണ്ടാവുമായിരുന്നില്ല. കാരണം ആ തെറ്റിദ്ധാരണ ഞാനും വർഷയും കൂടി ഉണ്ടാക്കിയതാണ്. എന്നാൽ നീ എന്നെ എത്ര വൃത്തികെട്ടവനായിട്ടാണ് കാണുന്നതെന്ന് നിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് വല്ലാത്തൊരു പിടപ്പോടെ ഗൗരി കണ്ടു. വ്യാസ്, ഞാൻ നിർത്ത്. ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട. ഇതുവരെ നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇനിയും നിന്റെ മുന്നിൽ പ്രണയമാണെന്ന് പറഞ്ഞു വരാൻ എനിക്ക് കഴിയില്ല. അത് എന്റെ പ്രണയത്തെ അവഹേളിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നീ കണ്ണൻ അമ്മ മാത്രമായിരിക്കും, എന്റെ ആരുമല്ല. അവസാനമായപ്പോഴേക്കും അവന്റെ ശബ്ദം ഇടറി. അത്രയും പറഞ്ഞ് വ്യാസ് പുറത്തേക്ക് പോയി. എന്താണ് നടന്നതെന്നറിയാതെ എല്ലാവരും പകച്ചു നിന്നപ്പോൾ ഒരു നിമിഷത്തെ തന്റെ എടുത്തുചാട്ടത്തിൽ താനായി വ്യാസിന്റെ മനസ്സിലുണ്ടാക്കിയ സങ്കടത്തെ ഓർത്ത് സർവം നഷ്ടപ്പെട്ടവളെ പോലെ നിലത്ത് തളർന്നിരുന്ന് കരഞ്ഞു. ഛേ, നീ എന്തിനാ എടുത്തു ചാടി സത്യങ്ങളൊക്കെ അവളോട് വിളിച്ചു പറഞ്ഞത്? ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും നാൾ അവനിൽ നിന്ന് അകന്നു നിന്നിരുന്നവൾ നിന്നെ വെല്ലുവിളിച്ചില്ലേ? വ്യാസിന്റെ ജീവിതത്തിൽ അവൾ മാത്രമേ ഉണ്ടാവൂ എന്ന് നിനക്ക് ബോധമില്ലേ? ടീനയോട് വിനായകന് വല്ലാത്ത ദേഷ്യം തോന്നി. പിന്നെ പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? അവൾ പറയുന്നതല്ല കേട്ടു നിന്ന് മിണ്ടാതെ പഞ്ചപുച്ഛം മടക്കി നിൽക്കണമായിരുന്നോ? പറ്റില്ല എനിക്ക്. അവൾ ഒറ്റയെടുത്തി കാരണമാണ് വ്യാസ് ഇപ്പോഴും എന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണം. അടുത്ത പ്ലാൻ എന്താ? നീ അത് പറ. എത്രയും പെട്ടെന്ന് അവളെ കഥ കഴിക്കണം, എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ. അത് കേട്ടതും അവന്റെ കണ്ണുകളിൽ പക നിറഞ്ഞു. അതെ, തീർക്കണം. അതിനു മുന്നേ അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടി അവളെ സ്വത്ത് സ്വന്തമാക്കണം. ശേഷം എന്നെ ഏറെ കൊതിപ്പിച്ച അവളുടെ ശരീരം നന്നായി ആസ്വദിക്കണം. അതിനുശേഷം അവളെ ജീവൻ എടുക്കണം. പക്ഷേ അവളെ കൊല്ലുന്നത് ഒരിക്കലും ഞാനാവില്ല. അതിന് എന്നേക്കാൾ അവകാശമുള്ളവർ ഇവിടെ തന്നെയുണ്ട്. വേറെ ഒരാളോ? അതാരാ? സംശയത്തോടെ ടീന ചോദിച്ചു. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് ഡിയർ. ബൈ. അത്രയും പറഞ്ഞ് അവൻ ഫോൺ വെച്ചതും മറ്റൊരു ഫോണിൽ അവിടെ സംസാരമെല്ലാം കേട്ടുനിന്ന ആളുടെ ചുണ്ടിൽ ക്രൂരമായ ചിരി വിടർന്നു. അപ്പൊ എങ്ങനെയാ? വരികയാണ് മീനു ഞാൻ, ഗൗരിയുടെ പൂർണ്ണ പതനം കാണുവാൻ. ഇത്രയും വർഷത്തെ എന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് അവളെ ജീവൻ എടുക്കുവാൻ ഞാൻ വരികയാണ്.